ഫ്രണ്ട്സ്, അപ്പം ഞാൻ വെർട്ടിക്കൽ പാർട്ട് 3 ആയിട്ട് ഞാൻ പിന്നെ എത്തി. ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുക്കള തന്നെ. നമ്മളെപ്പോഴും അടുക്കളയിൽ തന്നെ ഉണ്ട്. ലേഡീസിനെ സംബന്ധിച്ച് എപ്പോഴും അത് തന്നെ. നമുക്ക് ഇതിനകത്തൊന്ന് ഇറങ്ങാൻ സമയം കിടത്തില്ല. ഇനിയിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ നമുക്ക് സമയം കിടത്തില്ല. രാവിലെ ജോലി, ഉച്ചയ്ക്ക് ജോലി, വൈകിട്ടും ജോലി, ഫുൾ ടൈം ജോലി. നമ്മളൊക്കെ കിടന്ന് ഉറങ്ങുമ്പോൾ തന്നെ അയ്യോ പിറ്റേ ദിവസം എന്ത് ചെയ്യണം, എന്തുണ്ടാകണം എന്നൊക്കെ ചിന്തിച്ചല്ലേ കിടക്കുന്നേ. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ എൻ്റെയും ജോലികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ക്ഷീണമായി. അന്നേരം ഞാനും കിടന്നു ഉറങ്ങി എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇതുവരെയായിട്ടൊരു വീഡിയോ പോലും ഇട്ടില്ലല്ലോ. എന്നാ പിന്നെ കുഞ്ഞു കരയുന്നു. ഇതാ പ്രശ്നം കണ്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് കുട്ടി കരയുന്നത്. ഇടയ്ക്ക് വീഡിയോ കട്ടായിപ്പോയി, നിങ്ങൾ കണ്ടില്ലായിരുന്നു. കുഞ്ഞിടയ്ക്ക് കരഞ്ഞു, പിന്നെ അതിനിടയ്ക്ക് പോയി അവൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അതിനിടയ്ക്ക് കരച്ചിലായി, പിന്നെ ഞാൻ ഫുഡ് കൊടുക്കാൻ പോയി, അങ്ങനെ പോയി. അപ്പം എന്തായാലും ഞാൻ വീഡിയോ ചെയ്തതല്ലേ, അപ്പം പിന്നെ മൊത്തത്തിൽ അങ്ങ് മുഴിപ്പിച്ച് നിർത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിവേ വേറെ ഒന്നുമല്ല, കണ്ടന്റും കാര്യമൊന്നുമല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്ത് പരിചയമൊന്നുമില്ല. ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കറിയത്തില്ല, എന്തൊക്കെയാണ് കാണിക്കുന്നത് എനിക്കറിയത്തില്ല. വീഡിയോ ചെയ്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പയ്യെ മാറ്റുന്നതായിരിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ വന്നതിൻ്റെ മോട്ടിവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നന്നായിട്ടുണ്ട്. കാരണം പൊടിപ്പും തുകലും കിടന്ന എൻ്റെ ഒരു നാക്ക് തന്നെ ഉടക്കുന്നു. അങ്ങനെ കിടന്ന ഒരു എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ അത്യാവശ്യം നല്ല റീച്ച് ആയിട്ടുണ്ട്. റീച്ച് എന്ന് പറഞ്ഞാൽ വ്യൂവേഴ്സ് കയറുന്നുണ്ട്. 100 വ്യൂവേഴ്സ് ഒക്കെ ഇരുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം 1K ഒക്കെ അടിച്ച് വ്യൂവേഴ്സ് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ. അതേപോലെ തന്നെ പിന്നെ മുറുക്ക് വേണമെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ അങ്ങനെ കിടന്നൊരു ചാനലിൽ ഇത്രയും വ്യൂസ് ഒക്കെ കയറുന്നില്ല, നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ വന്ന് കാണുന്നവർ എന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് വേണം. അതെൻ്റെ ഒരു താഴ്മയായ അപേക്ഷയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് ഇപ്പം എനിക്ക് വീഡിയോ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനിയും എൻ്റെ പുതിയ വീഡിയോസ്, ഇതുപോലുള്ള വീഡിയോസ് അല്ല, നല്ല വീഡിയോസും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചൊന്നും വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് എൻ്റെ സെക്കൻഡ് പുത്രൻ എഴുന്നേറ്റ് വന്നു, ചിണിങ്ങി വന്നു. ഇവിടെ വന്ന് എൻ്റെ മടിയിൽ കയറിയിരുന്നു. എൻ്റെ മോടെ വണ്ടി വന്നു. അവളെ ചിരിച്ചോണ്ട് വരുന്നുണ്ട്. അവളെ കാത്തവിടെ അനിയൻ വേണ്ട ഇവിടെ നിൽപ്പുണ്ട്. എന്തുവാ സ്കൂളിൽ വന്നല്ലേ ഉള്ളു. എന്നോട് റിക്വസ്റ്റ് ചെയ്യാണ് ഗൈസ്. അവിടെ ഫ്രണ്ട്സ്, എൻ്റെ മോടെ ഫ്രണ്ട്സ് അതുകൊണ്ടാണ് നിൽക്കുന്നത്.